ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ പ്ലിമൗത്തിൽ പോവുകയാണ്. ഞങ്ങൾ ബസ്സിനല്ല പോകുന്നത്, ബൈ കാർ. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടുത്തെ കാറിൽ പോകുന്നത്. അപ്പം ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഒരു സിമ്പിൾ ബനിയനും ടോപ്പും, പിന്നെ മുടി അഴിച്ചിട്ടു. കാരണം എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. മുടി കെട്ടി വെച്ച് എനിക്ക് നല്ല തലവേദന എടുക്കും, അതുകൊണ്ട് മുടിയൊക്കെ അഴിച്ചിട്ടു. ഇത് വെറും പട്ടിഷോ, ചുമ്മാ. പിന്നെ ഈ കാണുന്ന വെളുപ്പും ഒന്നൊന്നും ഒക്കെ സത്യമല്ല, ഐഫോണിൻ്റെയാണ്. പിന്നെ ഞാനും അവിടെ എത്തി, വീട്ടിലെത്തി. ഞങ്ങൾ ഇറങ്ങി, ജാക്കറ്റൊക്കെ എടുത്ത് കാറിൽ കയറി സെറ്റായി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്കൊക്കെ സീനറിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കാരണം കൺട്രി സൈഡ് ആയിക്കൊണ്ട് ഫുൾ പാടം അതൊക്കെയാണ്, അപ്പം നല്ല രസമാണ് കാണാൻ. പിന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ ജങ്കാറിനാണ് പോകുന്നതെന്ന്. ഫെറി ഉണ്ടായിരുന്നു, അറിഞ്ഞില്ല. ഞങ്ങൾ വേറെ വഴിയാണ് പോകാമെന്ന് വിചാരിച്ചത്, പക്ഷേ ജങ്കാറിനാണ് പോയത്. നാട്ടിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത്. നല്ല രസമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നെ ആരും ഈ കാറിൽ നിന്ന് പുറത്തിറക്കിയില്ല. അതാണ് വേറൊരു നഗ്നമായ സത്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തിറങ്ങി വീഡിയോ എടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞാണ്, പക്ഷേ എന്നെ ആരും ഇറക്കിയില്ല. ആ വിഷമത്തിൽ ഞാൻ അവിടെ തന്നെ കുത്തിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ മോളിലെത്തി. ഡ്രേക്ക് സർക്കസ് എന്ന് പറഞ്ഞ മോളിലെത്തി. എല്ലാം ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്, പക്ഷെ നല്ല കത്തിയുമാണ്. അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞാൽ പ്രൈമാർക്കിൽ കയറണമെന്ന് നിർബന്ധമാണ്. അങ്ങനെ ഞങ്ങൾ പ്രൈമാർക്കിൽ കയറി. ഞാൻ കുറേ നേരം പട്ടിഷോ ഒക്കെ കാണിച്ചു. ഒരു കൂളിംഗ് ഗ്ലാസ് എടുക്കാമെന്ന് വിചാരിച്ച് ചെന്നാണ്, പിന്നെ എടുത്തില്ല. അതിൻ്റെ ആവശ്യമില്ല, വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതിന് എനിക്കെന്തിനാണ് കൂളിംഗ് ഗ്ലാസ്. അങ്ങനെ വേറെ കുറേ പട്ടിഷോ ഒക്കെ കാണിച്ച് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന്. അപ്പോഴാണ് ചേട്ടന്മാരൊക്കെ പറഞ്ഞത് ഇവിടെ വീഡിയോ എടുക്കാൻ അങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ ചെറിയ ചെറിയ ഷോർട്സൊക്കെ ആയിട്ട് എടുത്തു. അങ്ങനെ ഞങ്ങൾ അഡിഡാസിലെത്തി. അഡിഡാസിൽ അവിടെ ഷൂ എടുക്കാൻ വേണ്ടി കയറിയതാണ്, പക്ഷേ ഷൂ എടുത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ സ്വീറ്റ് സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് വാങ്ങാമെന്നൊക്കെ വെറുതെ പറിച്ചില്ല. പുള്ളിക്കാരിക്കും അറിയാം, ലിറ്റിക്കും അറിയാം, എനിക്കും അറിയാം അത് ഞങ്ങൾ വാങ്ങാൻ പോകുന്നില്ല എന്ന്. ചുമ്മാ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ബ്രോഡ്വേയിലൊക്കെ കാണുമ്പോൾ ടേസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഞങ്ങൾ കുറേ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ റിയാക്ഷൻ ഇട്ടു, ഓഹോ അത് വേണ്ട, എന്നാൽ പോയി കളഞ്ഞേക്കാം, എന്തായാലും തിന്നണമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടി പിന്നെ ഫോക്കസ് ചെയ്ത് നോക്കിയപ്പോഴാണ് അവരവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങളെ നോക്കി അവിടെ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി H&M കയറി. H&M നമുക്ക് ഫ്രീ ആയിട്ട് കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യും, ട്രയലായിട്ട് യൂസ് ചെയ്യും. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് ലിപ്സ്റ്റിക്കും, അവൾ കുറേ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഡ്രേക്ക് സർക്കസിൽ നിന്ന് പുറത്തിറങ്ങി. എന്തെങ്കിലും നാട്ടിലെ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് സിനമൺ ഗാർഡൻ അടുത്തുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഗൂഗിൾ മാപ്പ് ഇട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് അതുൽ ചേട്ടൻ, ഇത് ജോമിൻ ചേട്ടനും അനീറ്റ ചേച്ചിയും, പുതിയ എൻ്റെ ഫ്രണ്ട്സാണ്. അങ്ങനെ ഞങ്ങളിത് നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്ഥലമാണ് പ്ലിമൗത്ത് യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ട്, കുറേ മലയാളികളുണ്ട്. ഇവിടെ എവിടെ ചെന്നാലും നമുക്ക് കാണാൻ പറ്റും മലയാളികൾ. ഈ ഡ്രേക്ക് സർക്കസിൽ തന്നെ ഞങ്ങൾ ഒരു 10 പേരെങ്ങാണ്ടും കണ്ടു മലയാളികൾ. അപ്പം മലയാളികൾക്ക് എവിടെയും കുറവില്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. ഞാൻ പുറകെ നിന്ന് വീഡിയോ എടുക്കുന്നു. എൻ്റെ ആരും വീഡിയോ എടുത്തില്ല. അങ്ങനെ ഞാൻ ചേച്ചിനോട് പറഞ്ഞു, എൻ്റെ ആരെങ്കിലും എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്ത് ഞങ്ങൾ സിനമൺ ഗാർഡനിലെത്തി. അവിടെ ചെന്നപ്പോഴത്തേന് 5 മസാല ദോശ ഓർഡർ ചെയ്തു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ബുക്ക് ചെയ്യണം. ഞങ്ങൾ പെട്ടെന്ന് ചെന്നുകൊണ്ട് ഞങ്ങൾക്ക് തന്നാണ്, അല്ലെങ്കിൽ സീറ്റ് തരത്തില്ലായിരുന്നു. എന്നെ ഏറ്റവും നല്ല രീതിക്ക് ഇവിടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ വ്യക്തിയാണ് ലിറ്റിയും. ഒരേ വ്യക്തിയിൽ 2 പേരുണ്ട്, ലിറ്റിയും ജോമിൻ ചേട്ടനും. പിന്നെ ഓരോരുത്തരുടെ റിയാക്ഷൻ നമുക്ക് കാണാം. കണ്ടോ ഞാൻ കൊണ്ടുവന്ന സ്ഥലം മോശമായില്ലല്ലോ. ഈ സാമ്പാറൊക്കെ ഉണ്ടല്ലോ, സാമ്പാറൊക്കെ പൊളിയാണ് കറക്റ്റ്. ഈ മറ്റേ ക്യാമറ കട്ടിയപ്പോ സത്യം പറയണേ, നല്ല ശരിക്കടി ഇവിടെ കഴിക്കാൻ പോകുന്നല്ലേ. വരാത്ത എന്താ, വേഗം വരൂ. ഇനി ഞാനും കഴിച്ചു. കാരണം ഞാൻ 5-6 മാസം കഴിഞ്ഞിട്ടാണ് ഈ മസാല ദോശയൊക്കെ കഴിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് തന്നെ ഒരു മസാല ദോശയാണ്. അപ്പം എനിക്കിത് കിട്ടിയപ്പോഴത്തേനും വളരെ അധികം സന്തോഷമായി, എന്തോ സ്വർഗം കണ്ട പോലെയായി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ മസാല ദോശ കഴിഞ്ഞപ്പോഴത്തേനും. കാരണം ഞാൻ ആസ്ട്രി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ ഡെയിലി കഴിച്ചുകൊണ്ടിരുന്ന മസാല ദോശയായിരുന്നു. അങ്ങനെ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ചുമ്മാ ഷോർട്സൊക്കെ എടുത്തു, വീണ്ടും നടക്കാൻ തുടങ്ങി. നടന്ന് എൻ്റെ ജീവിതം തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
4 ഗുണ്ടകൾ നടക്കുന്നില്ലേ, അതിൻ്റെ പുറകിൽ ഞാനിങ്ങനെ നടക്കുക. എൻ്റെ വീഡിയോ ആരും എടുത്തു തരുന്നില്ല. അങ്ങനെ ലിറ്റിനോട് ഞാൻ കെഞ്ചി എൻ്റെ വീഡിയോ എടുത്തു തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നടന്ന് ചുമ്മാ ഒരു റൗണ്ട് അബൌട്ട് എടുത്തു. വീണ്ടും ഞങ്ങൾ നടന്ന് പോവുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലിമോത്തിലല്ല, ഡ്രേക്ക് സർക്കസിൻ്റെ അടുത്തായിട്ട് ബീച്ചുണ്ട്. അപ്പോൾ അവിടെ ചെന്നു. പാർക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവസാനം പാർക്ക് ചെയ്തു. ഞങ്ങൾ വീണ്ടും ചലിക്കാൻ തുടങ്ങി. ലൈറ്റ് ഹൗസിൻ്റെ അവിടെ എത്തി. ലൈറ്റ് ഹൗസിൻ്റെ അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ പറഞ്ഞു. നല്ല സീനറി ആട്ടോ. എല്ലാവരും കുറേ പേര് ഇരിക്കുന്നുണ്ട്. ഇതിപ്പം 7:30-8 മണി എന്തോ ആണ്, 7:15 ഈ സമയം. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് ഒരു പോയിന്റിലിരുന്നു. ഞങ്ങൾ എല്ലാവരും മടുത്തു, എന്നാലും ഹാപ്പിയാണ്. വലിയ ചൂടില്ല, നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. അധികം തണുപ്പല്ല, അത്യാവശ്യം. പിന്നെ ഞങ്ങളിത് അവിടെ ഇരുന്നു കുറേ നേരം ചിരിച്ചും കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് ബീച്ചൊക്കെ കണ്ട് സൺസെറ്റ് കാണാനിരുന്നത്. പക്ഷേ അപ്പോഴത്തേന് നമുക്ക് ARR എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പോകാമെന്ന് പറഞ്ഞു. അവിടെ ഇന്ത്യൻ ഫുഡ്സ് ഉണ്ട്, മോസ്റ്റ്ലി കേരള ഫുഡ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞ്. അപ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും സൂം ചെയ്തു വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ നടന്നു വീണ്ടും ARRലെത്തി. ARRൽ കുറേ സാധനങ്ങൾ ഞാൻ എടുത്തായിരുന്നു, കാരണം കേരള ഫുഡ്സ് മോസ്റ്റ്ലി ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ എടുത്തായിരുന്നു. എത്രയോ 20-24 പൗണ്ട് എന്തോ ആയി ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ. അവസാനം ഞങ്ങൾ വീണ്ടും തിരിച്ച് നാട്ടിലേക്കല്ല, നാട്ടിലേക്ക് ഒരിക്കലും പോകണം. അങ്ങനെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞതേ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.